ഈ നിലമ്പൂരിലെ സഖാക്കളെ ഓരോരുത്തരെയും എനിക്കറിയാം. ഈ നിലമ്പൂരിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരെയും എനിക്കറിയാം. ഈ നിലമ്പൂരിലെ ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകരെയും എനിക്കറിയാം. ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ഒരുവിധം ആളുകളെ എനിക്കറിയാം. എല്ലാവർക്കും വേണ്ടി തുറന്നിട്ട വാതിലുള്ള MLA ഓഫീസാണ് നിലമ്പൂരിൽ പ്രവർത്തിച്ചിരുന്നത്. ഒരാളെയും ഞാൻ മടക്കി വിട്ടിട്ടില്ല. ഒരാളോടും ഞാൻ ജാതി ചോദിച്ചിട്ടില്ല. ഒരാളോടും ഞാൻ മതം ചോദിച്ചിട്ടില്ല. ഒരാളോടും ഞാൻ പാർട്ടി ചോദിച്ചിട്ടില്ല. സർക്കാർ 2 ആളുകൾക്ക് ശമ്പളം നൽകുമ്പോ 7 ആളുകളെ ഓഫീസിലിരുത്തി ഈ നാടിന്റെ മുഴുവനായ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആളെ വെച്ചു. ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന മുഖ്യമന്ത്രിയുടെ ചികിത്സാ ഫണ്ട് അത് കൈകാര്യം ചെയ്യാൻ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് അത് കൈകാര്യം ചെയ്യാൻ മാത്രം ആളുകളെ ഞാൻ കളക്ടറേറ്റിൽ നിർത്തി, താലൂക്ക് ഓഫീസിൽ നിർത്തി. ഈ നാടിന്റെ എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് ആശ്വാസം നൽകാൻ നിങ്ങളോടൊപ്പം നിന്നവനാണ്. അന്നൊന്നും ഞാൻ ഈ അങ്ങാടിയിൽ AC യാത്ര ചെയ്യാറില്ല. ഈ ഇരിക്കുന്ന അങ്ങാടിയില് ഈ എന്റെ കൺമുമ്പിൽ കാണുന്ന ഈ ചായ പീടികളിൽ നിന്നാണ് ഞാൻ ചായ കുടിച്ചത്. വഴിയോര കച്ചവടത്തിൽ നിന്ന് വല്ലപ്പോഴുമല്ലാതെ ഞാൻ ബേക്കറിയിൽ കയറി ചായ പോലും കുടിക്കാറില്ല. അങ്ങനെ പാവങ്ങളോടൊപ്പം, സാധാരണക്കാരോടൊപ്പം കാസർഗോഡ് ഓട്ടോറിക്ഷ തൊഴിലാളി പീഡിപ്പിക്കപ്പെട്ട, പോലീസിനാൽ പീഡിപ്പിക്കപ്പെട്ടപ്പോ അവിടെ ആത്മഹത്യ ചെയ്ത നമ്മുടെ സഹോദരൻ, ആ സഹോദരന് വേണ്ടി ശബ്ദമുണ്ടാക്കിയവനാണ് ഞാൻ. ഇതാണോ ഞാൻ ചെയ്യുന്ന തെറ്റ്? ഇതാണോ എന്റെ കുഴപ്പം? ഇന്ന് ഈ ചാനലുകളിൽ ഇന്ന് പറയുന്ന അധിക പ്രസംഗം ഇതല്ലേ? ഇപ്പോ UDF-ലെ ചെയർമാന്റെ വാശി എന്താണ്? PV Anwar അതിന്റെ അകത്ത് വരാൻ പാടില്ല. PV Anwar അധിക പ്രസംഗിയാണ്. അതെന്നെ അകത്ത് കയറിയാലും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ആ സംസാരം അവർക്ക് താങ്ങാൻ കഴിയില്ല. ഈ മുതലാളിത്ത കോർപ്പറേറ്റുകളുമായി ഒത്തൊരുമിച്ച് സഞ്ചരിക്കുന്നവർക്ക് ഈ മത്സ്യത്തൊഴിലാളിയുടെ അവന്റെ വിയർപ്പിന്റെ മണം അത് മത്സ്യത്തിന്റെ മണമാണ്. ആ മണം താങ്ങാനുള്ള ശേഷിയുള്ളവരല്ല ഇവർ. അപ്പോ ഈ പറയുന്ന VD സതീശനും പിണറായിയും ഒരുമിച്ച് നിന്ന് കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് PV Anwar-നെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന്, ഈ ജനകീയ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള അവസാനത്തെ ശ്രമം നടന്നപ്പോൾ ഞാൻ വിസ്തരിക്കുന്നില്ല. അതിന്റെ പേരിലാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരേണ്ടി വന്നത്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 3 ദിവസം മുമ്പ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടതാണല്ലോ. എന്താ കേട്ടത്? അദ്ദേഹം പറയുകയാണ്, PV Anwar-നെ കറിവേപ്പിനെ പോലെ എടുത്തെറിഞ്ഞില്ലേ UDF. അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തിന് വിവരം കിട്ടിയത്? UDF നേതൃത്വവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ PV Anwar-നെ കറിവേപ്പില പോലെയാ എടുത്തെറിഞ്ഞു എന്ന് പറയാനുള്ള വിവരം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കിട്ടിയത് എവിടെയാണ്? VD സതീശൻ വാതിലടച്ചത് ഇന്നലെയാണ്. 3 ദിവസം മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണത് മനസ്സിലായത്? അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ജനങ്ങൾ ആലോചിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്, ഇന്നും നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇപ്പൊ 2 ഭാഗത്ത് നിന്നതുകൊണ്ട്, ഒരു ഭാഗത്ത് VD സതീശൻ, മറുഭാഗത്ത് പിണറായി, ഇപ്പുറത്ത് RSS, ഈ 3 ആളുകൾ നിന്നുകൊണ്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതെന്നെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യണം. 2026 ശേഷം എന്റെ വിധി എന്താകുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആ വിധിയെ ഞാൻ വളരെ വിദൂരത്ത് കാണുന്നുണ്ട്. ഇവിടെ TP ചന്ദ്രശേഖരനുണ്ടായ അവസ്ഥ നമുക്ക് അറിയാം. അബ്ദുൽ നാസർ മദനിക്കുണ്ടായ അവസ്ഥ നമ്മൾക്കറിയാം. അങ്ങനെ പലർക്കും പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. ആ അവസ്ഥയിലേക്ക് എന്നെ തള്ളാൻ ഈ ഗൂഢാലോചന നടക്കുന്നു എന്ന കൃത്യമായ ബോധ്യം, അത് ബോധ്യപ്പെട്ടപ്പോഴാണ് നിങ്ങളുടെ സഹായം തേടി ഈ തിരഞ്ഞെടുപ്പിൽ എനിക്ക് മത്സരിക്കേണ്ടി വന്നത്.